Guys, hello. Next video we will come with Riyadh Zoo updates, inshallah. Guys, welcome to my blog, guys. Guys, നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ ഇന്ന് സൂയിലേക്കാണ് പോകുന്നത്, റിയാദ് സൂ കാണാൻ പോകുന്നത്. ടിക്കറ്റ് ഇത്തിരി വെയിറ്റ് ചെയ്താൽ കിട്ടിയത്, കാരണം ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് 2-3 ദിവസം ക്ലോസ് ആയിരുന്നു. അതിനെ ഷോപ്പിനെ പിന്നെ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ ഇന്ന് പോകുന്നു ഗൈസ്. നല്ല ഇവിടെ കട്ട തണുപ്പ്, അതുകൊണ്ടാണ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോകുന്നത്. നിന്നെ കൊണ്ട് പറ്റും. നമ്മളെ F9 ഗൈസ്, ഇതാണ് ഗൈസ് എൻട്രൻസ് നമ്മുടെ സൂവിൻ്റെ. ഉള്ളിലൊക്കെ കയറി ഫുൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഇതൊക്കെയാണ് എൻട്രൻസ്. കൊക്കിനെ കാണാൻ സ്റ്റാച്ചു ആണൊക്കെ ഇരിക്കുന്നു, പക്ഷെ കൊക്കാണ്. ഇതാണ് ഒട്ടക പക്ഷി. ഇത് ഒട്ടക പക്ഷി അല്ലടാ, കൊക്ക്. ഇതാണ് ഗൈസ് നീർക്കുതിര. ഇത് നീർക്കുതിര അല്ലേ? ഇത് കാണാൻ പോവുകയാണ് നീർക്കുതിര. നീർക്കുതിര പണിയെടുക്കാതെ കിടന്ന് ഉറങ്ങും. പുലി എവിടാ? പുലി. പുലി ചീറ്റ അറബി പുലിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നത് മനസ്സിലാവില്ല. ഇതിന് സെപ്പറേറ്റ് ഇട്ടെങ്ങനെ കാര്യം എന്താണെന്ന് അറിയില്ല. സെപ്പറേറ്റ് വെള്ള എന്താണ് സംഭവം മനസ്സിലായി. ഒട്ടകത്തിന്റെ കുട്ടിയാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ ബാക്കിയൊക്കെ മറ്റേ ആടാണ്. ഗൈസ്, നമ്മൾ ആനയെ കാണുകയാണ് ഗൈസ്. ആന ഇത് ഇന്ത്യൻ ആന അല്ല, വേറെ ഏതൊരു ആന. തിന്നാവൊന്നും കിട്ടാത്തതുകൊണ്ട് മണ്ണൊക്കെ എടുത്ത് ദേഹത്ത് എറിയുന്നു. ഇതാണ് ആനയ്ക്ക് കുളിക്കാനുള്ള വെള്ളം. കണ്ട, ഇവിടെ കാര്യമായിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട്. ആനയെ കണ്ട എല്ലാം എടുത്ത് എറിയുന്നുണ്ട്, മണ്ണൊക്കെ എടുത്ത് എറിയുന്നു. സംഭവം ക്ലൈമറ്റ് ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ടാവും. മൊത്തം 3 ആനയുണ്ട് ഇവിടെ, അതിന് കുളിക്കാനുള്ള വെള്ളവും. ഹൈനെ കണ്ട ഗൈസ്, ഇതാണ് നമ്മൾ ലിയോ സിനിമയിൽ കണ്ട സാധനം. അനിമൽസിന്റെ കൂടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മൾ നടക്കുന്ന സ്ഥലമൊക്കെയാണ്. അളിയനും അളിയൻ്റെ കൂട്ടുകാരനും. നിങ്ങൾക്ക് ഇത് വേണോ? ഗൈസ്, ഇവിടെ മാനൊക്കെ കിടപ്പുണ്ട്. നമ്മളടുത്ത ബിയറിനെ കാണാൻ പോകുന്നു. സൈഡ് കറക്കിയാ സൂം ചെയ്യാം. ഉള്ളിൽ കിടപ്പുണ്ട്. റെസ്റ്റ് എടുക്കുന്നു കരടി. കിളട്ട് കരടി നല്ല സുഖം ഉറക്കം. കള്ളം പണിയെടുക്കാണെന്ന് ഉറങ്ങിയാണ്. നമ്മളെന്താ എവിടെ നിന്നാണ് എല്ലാം കണ്ടിട്ട് വന്നത്. ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് മോഡലാണ് എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ജിറാഫിൻ്റെ. ഇതുണ്ടാ ഗൈസ്, ജിറാഫിന്റെ തല. ഇതിനകത്ത് എന്താണെന്ന് മനസ്സിലാവില്ല, കണ്ടുപിടിക്കണം. എന്തിനാണ് വവ്വാലാണ് ഇതിനുള്ളിലുള്ള, അതാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. നമ്മൾ വെറുതെ അന്വേഷിച്ച് പകലാണ്ട് പയ്യൻ ഉറക്കം. പൂച്ചയെ കാണാൻ എത്തി ഗൈസ്. പക്ഷെ പൂച്ചയെ കണ്ടില്ല കേട്ടോ, കണ്ടുപിടിക്കണം. എടാ അതോ അങ്ങനത്തെ മൂലയിൽ കിടക്കണം. ക്ലാപ്പിൽ വെച്ചു 2 പൂച്ച. ഇതാണ് കേട്ടോ മ്ലാവ്. വവ്വാ കാട്ടിലെ മ്ലാവറച്ചി. ജിറാഫ് ഇതോ ആ മൂലയിൽ കണ്ട ജിറാഫ്. ജിറാഫ്
ഒരേ കൂട്ടിനകത്ത് തന്നെ ജിറാഫ് ഉണ്ട്, സീബ്ര ഉണ്ട്, പിന്നെ മ്ലാവ് തോ കിടപ്പുണ്ട്. സൂവിനുള്ളിൽ തന്നെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അടുത്തേക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മളെ ട്രിവാൻഡ്രത്തുള്ള സൂവിൽ ഇങ്ങനെയൊക്കെ വേണമായിരുന്നു. കാരണം ട്രിവാൻഡ്രം സൂവിൽ ആനയൊക്കെ കാണാൻ പറ്റുന്ന ആന മറ്റേ 1 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്. നമ്മൾ സർക്കാരുകൾ വളരെ മോശം ഗൈസ്. വികസനം വേണം ഗൈസ്, വികസനം. സീബ്ര നിൽക്കുന്നു ഗൈസ്. ലാലേട്ടൻ പറഞ്ഞ മാവിറച്ചി. ഈ ഇറച്ചി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഒരിക്കലും കഴിക്കാൻ പറ്റുന്ന സാധനം. ഇത് കിളട്ട് മാവ്, വലിയൊരു മാവ് കിടക്കണം മാവ്. പോസ് ചെയ്യണം സംഭവം സൂം ചെയ്തപ്പോൾ. ജോഡിയാണെന്ന് തോന്നുന്നു, 2 ജിറാഫ്. ഇവിടെ ഒരു സീബ്ര. കണ്ടാ കാഴ്ച ജിറാഫിനുള്ള ഫുഡാണെന്ന് തോന്നുന്നു പൊക്കത്തിന് വെച്ചിരിക്കണം. പാവം അതിന് കഴിച്ചതാകാൻ പറ്റില്ലല്ലേ, അതുകൊണ്ടായിരിക്കും പൊക്കത്തിന് വെച്ച് കൊടുത്തിരിക്കുന്നത് ജിറാഫിന് കഴിക്കാൻ. കാരണം അതിൻ്റെ ഹൈറ്റിന് പാത്രം കറക്റ്റാണ്. ചെയ്യുന്നത് ഗിംബിളിലാണ് ഗൈസ്, ഗിംബിൾ. നിവിൻ ബ്രോയുടെ ഗിംബിൾ സംഭവം കൊള്ളാൻ കേട്ടോ, നല്ല കളറാണ് ഇതിൽ യൂസ് ചെയ്യാനൊക്കെ. കഴുകാൻ ആള് കില്ലാടി കേട്ടോ, അതോ മേളി ഓട്ടായിട്ട് പറന്നു പോകാൻ തൊളാക്കിട്ടാണ് കേട്ടോ, റൂഫിൽ തൊളാക്കിട്ട് പറന്നു പോകാനുള്ള സെറ്റപ്പാണ് സംഭവം. സംഭവം എന്താ ഗെയിം അടുക്കി വെച്ചിട്ട് എറിഞ്ഞിടണം, അങ്ങനത്തെ സംഭവം. കട്ട അടുക്കി വെച്ചിട്ട് എറിഞ്ഞിടണം. നമ്മൾ മുനീർ ചിലപ്പോൾ പങ്കെടുക്കുമായിരിക്കും. മുനീറാണ് എന്നെ സൗണ്ട് ആയിട്ട് ഒരൊച്ച ആയിട്ട് പോയാണ്. ലാസ്റ്റ് ചാൻസ്. ബൊമ്മയായിരിക്കും പ്രൈസ് ആയിട്ട് കൊടുക്കണമെന്നുണ്ട്. കാരണം കുറെ ബൊമ്മകളെ കടിക്കി വെച്ചിട്ടുണ്ട്, അതായിരിക്കും പ്രൈസ്. തിരിച്ചാളി മുകളിലിരിക്കുന്നു. ഇതുകൊണ്ട് ഒരെണ്ണം ഇപ്പുറത്ത് കിടക്കുന്നു. കുറേ ശരിക്കും എലി. നമ്മൾ രാജാവിനെ കാണാനെത്തി. രാജാവൊക്കെ റെസ്റ്റിലാണ് ഗൈസ്. അവിടെ സിംഗമൊക്കെ കിടക്കണം ഗൈസ്, റെസ്റ്റ്. ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് അപ്പോഴത്തേക്കും താണ്ട അത് കഴിക്കാൻ വരുന്നുണ്ട്. ഇനി എവിടെ ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് മൂപ്പരിതാ കമ്പിയിൽ കൊരിക്കുന്നു. ആശാനെന്തോ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. കണ്ടാ പാവം, അതാണെങ്കിൽ വിശന്നിരുന്നെന്ന് തോന്നുന്നു. ആയി വാ. സിംഗം സിംഗം വള്ള രാജാവ്. കവർ കഴിഞ്ഞ് അതാ ഇനിയുണ്ടോ ഇറച്ചി? ഓ അതിൻ്റെ സമയം കേട്ടോ. മറ്റു മരൻ്റെ ചിലപ്പോൾ വയറ് ഫുള്ളായിരിക്കും, അതിൽ കിടന്ന് ഉറങ്ങണം. ഈ ഒരു പീസ് ഇറച്ചിക്കാണ് 25 രൂപ. കഴിഞ്ഞ് 25 രൂപ പോയോ? ഓക്കെ ആണെന്നുണ്ട് ജീപ്പ് പിടിച്ചേറിയിരിക്കുകയാണ്. ചുമ്മാ ഗൈസ് അതൊരു വ്യൂ ആണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇരുന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇത്. വേണ്ട ചെറുക്കൻ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കണം. ജീപ്പിൻ്റെ പകുതി വെളിയിലും പകുതി ഇഞ്ചിൻ സൈഡൊക്കെ ഉള്ളിലും അടങ്ങും രാജാവ്. കഴിയുമ്പോൾ കേട്ടോ ഉറക്കം. അവിടെ മറ്റേ ഫുഡ് നിന്നുകൊണ്ടൊക്കെ ഇരുന്നേ അറിഞ്ഞില്ല. ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ പന്തരിപ്പിച്ചിട്ടാണ് കഴിച്ചത്. ഇത് സെയിം നമ്മൾ ട്രിവാൻഡ്രത്തുണ്ട്. അതിനുള്ളിൽ കാണാൻ നല്ല പൊളിയാണ്. മുനീർ നടന്നു പോണ്. മുനീർ അങ്കിൾ ബണ്ണു. അടുത്ത നമ്മൾ അണ്ണൻ താപ്പാണ് സ്റ്റാർബക്സ്. എഫിന് അണ്ണൻ തായിരുന്നു. അപ്പം വിശന്നിട്ടാണോ എന്ത് തേരാപാരതോ നടക്കണം. ഇവരെ നാർണിയ സിനിമ വല്ല ഉണ്ട്. നാർണിയ സിനിമ തേലി കണക്ക് ഇരിക്കുന്നു. കേരളത്തിൽ ഇതിൻ്റെ പേര് വരികയാണ്. ഇതിൻ്റെ കോഫിക്കാണ് കേട്ടോ ഭയങ്കര ഡിമാൻഡ്. വേൾഡിൽ എക്സ്പെൻസീവ് കോഫിയാണ്. ഇതിൻ്റെ വേസ്റ്റിൽ നിന്ന് വരുന്ന ബീൻസ് വെച്ചിട്ടാണ് വേൾഡിലെ എക്സ്പെൻസീവ് കോഫി. ഇപ്പോൾ പൊട്ടാമസ് കിടക്കണ്ടാ തോന്നുന്നു. അതെന്തോ മറ്റേ സ്റ്റാച്ചു ഓഫ് ബൊമ്മയാണെന്ന്. പക്ഷെ ഒറിജിനൽ ജീവനുള്ള സാധനം കിടക്കണണ്ട. ഒരെണ്ണം അങ്ങറ്റത്ത് കിടക്കണം. ഒരെണ്ണം എന്താ ഇവിടെ കിടക്കണം. ഇതിൻ്റെ ദേഹം കണ്ടോ ഒരുമാതിരി മെഴുക് കണക്കിരിക്കുന്നു.
കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി എന്ന് വെറുതെ കേട്ടിട്ടേ ഉള്ളൂ സംഭവം ക്വാളിറ്റി. இந்த கண்ணாடி கூட்டுக்குள்ள என்ன இந்த என்ன சாதனம் വൈറ്റ് ടൈഗർ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ. രണ്ടെണ്ണം അവന് ഉറക്കം പറഞ്ഞു കോട്ടായൊക്കെ വരും. നമ്മളിങ്ങനെ നടന്നപ്പോഴാണ് ഗൈസ് എന്തോ സൗണ്ടൊക്കെ ആയിട്ട് ബാൻഡ് മേളം എന്തോ റാലിയാണെന്ന് തോന്നുന്നു. നമ്മൾ റാലി കാണാൻ പോകുന്നുണ്ട് ഗൈസ്. റാലി കാണാൻ പോകുന്നു ഗൈസ്. എല്ലാവരും ഓടുന്നു, നമ്മളെന്താ ഓടുന്നു. ഗൈസ് ദാ ഇവിടെ വെള്ളച്ചാട്ടം. വെരി നൈസ് ഗൈസ്, വെള്ളച്ചാട്ടം കഴിഞ്ഞു. നമ്മളെത്തിയപ്പോഴത്തേക്കും റാലി നടന്നു പോകും ഗൈസ്. പോയി ഗൈസ്. പക്ഷേ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ, വാട്ടർഫോൾസ്. ഇതൊക്കെ ഫുഡിന് ടൈമായി, സോ വെയിറ്റിംഗ് ആണ്. ഫുഡ് എടുക്കുന്നുണ്ടോ? പോയി മിസ്സായി. അതാ ഒരാൾ ഫുഡ് വാങ്ങിയിട്ട് കണ്ടോ, ഫുഡ് എടുക്കാനായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ആശാൻ വന്നു. ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് തളർന്ന് ഗൈസ്. അങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാനായിട്ടാണ് ഗൈസ്. അക്വാഫിനെയാണ് ഗൈസ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. എല്ലാ ടീമും ഉണ്ട് ഗൈസ്, ടീം ആൻഡ് ഫാമിലി. ഗൈസ് ഊനാലുണ്ട് കേട്ടോ ഇവിടെ. ഊനാലെ കാണാൻ പറ്റും. ഊനാൽ ഇത് ടേബിളാണെന്ന് തോന്നുന്നു, ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ അവർ അടച്ച് ചെയ്യും കേട്ടോ. മുനിയർ ഊനാൽ ആടിയാലോ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. വെള്ളം കുടിക്കാൻ ഗൈസ് നമ്മൾ ഇവിടെ തളർന്ന് ഗൈസ്. തളർന്ന് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇല്ല അങ്ങനെ എല്ലാ ഐസ് വേണം ആർക്കെങ്കിലും. റൈസ് ഇട്ട് വേണോ? ഇത് റൈസ് മതിയില്ല. സ്പെഷ്യൽ മൊജിറ്റോ. സോസ് ഗൈസ്, സോസ്. ഇതാണ് ജിമ്പലിന്റെ മുതലാളി നവീൻ. കുക്കുംബർ ഫ്ലേവറാണ് കേട്ടോ. അളിയനും ഗ്യാങ്. നമ്മൾ വേറൊരു സാധനത്തിന് കാണുമ്പോൾ സത്യം പറഞ്ഞ കാശ് നാട്ടിൽ ഇതേപോലെ സെറ്റപ്പ് ഒക്കെ വേണം മ്യൂസിയത്തിൽ. ഇത് ജീവനുള്ള സാധനമാണ് കേട്ടോ. കിടക്കാണ്ടാത്ത ഇത് മറ്റേ സ്റ്റാച്ചു നടുക്കൂടൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഇത് ഫുഡ് ഫീഡ് ചെയ്യാനുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് കൊറക്കൊട്ടയിൽ എന്തിനു ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടി നമുക്ക് മുതലവായ എന്തുവാന്ന് തിറക്കുന്നില്ല കൈസ്. ഇവിടായിട്ട് കൈസ് കണ്ടില്ല. ഗ്രില്ലിൻ്റെ അടുത്ത് ഒരെണ്ണം കിടക്കുന്നു. കുഞ്ഞാണ് കൈസ്, കുഞ്ഞ് നമ്മളെ തൊട്ടടുത്ത്. ആനയ്ക്ക് ഇവിടെ ഫീഡിങ് നടക്കുന്നു. ഫോട്ടോയൊക്കെ എടുക്കാനുള്ള ഇതൊക്കെ ഉണ്ട് സെറ്റപ്പ്. മുള്ളമ്പന്തിനെ കണ്ടാൽ മസാല വെട്ടാൻ ഫ്രൈ ആക്കണമെന്ന് ഒരു ചിന്തയാണ് കൈസ്. ഇവിടെ മുള്ളമ്പന്നിക്ക് ഫീഡ് ചെയ്യുന്നു. പക്ഷെ അത് വരല്ല. അയാൾ ബൊമ്മേനെ വെച്ച് പുലിനെ പറ്റിച്ചു. ഉള്ളിൽ എന്തോ കിടക്കണം. ചിമ്പാൻസി സൻബാത്താണെന്ന് തോന്നുന്നു. ചിമ്പാൻസി കുടുംബത്തോടെ ഇരിക്കുകയാണ്. ഓ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. എന്തോ കഥകളൊക്കെ പറയണ വിശേഷങ്ങൾ. ഇതിൽ ഒളിഞ്ഞ് വീഡിയോ എടുക്കുന്ന ആളെ
സ്പൈഡർ മങ്കി. സ്പൈഡർ മങ്കി. നമുക്കാണെങ്കിൽ ഫീഡ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഹോളാണ്. കുഞ്ഞു കുരങ്ങ്, ഇതിലേക്കുള്ള കുരങ്ങ്. ഇവിടെ ഫുള്ള് കുരങ്ങാണ്, കൂട്ടിൻ്റെ മേളിൽ തന്നെ എല്ലാം കൂടെ വലിഞ്ഞേറി നിൽക്കുകയാണ്. കുഞ്ഞു കുരങ്ങ്. ഇവിടെ ഒരു വാട്ടർഫോൾസ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബാറ്റ്സിനെ കാണാൻ പോകുന്നത്. എന്താ അവിടെ ഇറങ്ങി ഗൈസ്. ഇവിടെ ഫുൾ ഓപ്പൺ ആണ് ഗൈസ്. ബാറ്റ്സൊക്കെ നമ്മൾ അടുത്ത് കാണാം. എന്താ ഗൈസ്, ഒക്കെ ഓപ്പൺ ആയിട്ടാണ് കിടക്കണം. ഓപ്പൺ ആയിട്ട് കിടന്ന് പറക്കുകയാണ്. പുറത്തൊന്നും പോയില്ല, അങ്ങനത്തെ സെറ്റപ്പാ. ഇതെന്തായിരിക്കും? നമ്മുടെ നാട്ടിൽ നാടൻ തത്ത. അതിനാണ്ട് വേറെയും കുറെ ഇതെല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് നടക്കുകയാണ്. കണ്ട കപ്പിൾസ് ആയിട്ടിരിക്കുന്നു. ഇതാണ് ഫുൾ തത്തക്കൂട്ടം. മുഖത്തിന് മാസ്ക് ഒക്കെ വരികയും. ഇതാണ് ഊൾ ഹൗസ്. തത്ത കാഴ്ച. മറ്റേ മക്കാവോയിലെ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ്. ഇതാണ് ഗൈസ് നമ്മളെ കാക്ക. കാക്കാനെയൊക്കെ കൂട്ടി കയറ്റിയാണ്ട ഇവിടെ. കിട്ടാത്ത സാധനമാണ് നമ്മുടെ നാട്ടിൽ. ഇതാണ് കാക്ക. ഇത് മക്കാവായ കണ്ടില്ല ഗൈസ്. മക്കാവൊക്കെ അവിടെ സെപ്പറേറ്റ് കൂട്ടിയിട്ടുണ്ട്. ആയിരിക്കണം മക്കാവ്. കിളികൾ മാത്രമുള്ള ഒരു സെക്ഷൻ. എന്താ അവിടെ ബൊമ്മ അല്ലേ നമ്മുടെ നാട്ടിലത്തെ തത്ത, പച്ചത്തത്ത, ഇന്ത്യൻ പാരറ്റ്. ആമ ഗൈസ്. ആമ എടുക്കുന്നു. പണ്ട് നമ്മൾ കഥ കേട്ടിട്ടില്ലേ ഗൈസ്, മുയലും ആമയും കൂടെ ഓടിയ കഥ. മുയലും ആമയും കൂടെ മത്സരം വെച്ച ആമ ഗൈസ്. ഫാമിലോട്ട് പോകുന്നു നമ്മൾ. ആട്ടുംകൂട്ടം. നമ്മൾ നജീബ് ഖാൻ്റെ ആട്ടുംകൂട്ടം. ആട് ജീവിതം. സൗദി താടുകൾ. നമ്മൾ ഡക്ക് പൈലുള്ളത് ആടകൾ. ഇതാണ് അരണ്യങ്ങളുടെ നാട്, ഡക്കുകളുടെ നാട്. ഇതാണ് പ്രാവുകൾ പ്ലസ് കോഴികൾ. കോഴി കാട്ടുകോഴി ഗൈസ്. കണ്ട കോഴികൾ. നമ്മുടെ നാട്ടിലാണെങ്കിൽ പറ്റിയ അപ്പോഴേ അടുത്ത പെരുന്നാളിന് ഇറച്ചി. പെരുന്നാൾ വരെ കാക്കണ്ടല്ലേ. ആട് ജീവിതത്തിൻ്റെ വണ്ടി. നജീബൊക്കെ കാണാൻ പറ്റിയ മുതലാളി വന്ന പോലത്തെ ഒരു വണ്ടിയാണിത്. പക്ഷെ ഇപ്പം ഇതിവിടെ പുരാവസ്ഥയായിട്ട് ഇവിടെ വെച്ച് കുഞ്ഞാട് ഗൈസ്. കുഞ്ഞാട്. ഈ പാടിൻ്റെ കുഞ്ഞാടാണ് കേട്ടോ ഈ തള്ള. ഇതാണ് കോവർ കഴുത. ഇതാണ് കഴുത, കോവർ കഴുത. ആൾക്കാരൊക്കെ തൊട്ടൊക്കെ നിൽക്കുകയാണ്.
ഗൈസ് അങ്ങനെ ഗൈസ് ഇവിടുത്തെ ഇന്നത്തെ സൂവിൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞ് ഗൈസ് സൂവൊക്കെ അങ്ങനെ നമുക്ക് ഇറങ്ങി കണ്ട് പക്ഷേ ഒരൊറ്റ കുറവേ ഉള്ളൂ കേട്ടോ ഇവിടെ പാമ്പൊന്നുമില്ല റെപ്റ്റൈൽസ് ഒന്നുമില്ല അത് ഷോക്കായിട്ട് ബൈ ബൈ അവിടെ ഇറങ്ങിയ റൈറ്റ്